ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വസ്തു എന്തോ ആവട്ടെ, ഫോണാകാം, വാച്ച് ആകാം, അല്ലെങ്കിൽ ചാർജർ ആവാം, അങ്ങനെ എന്തോ ആവട്ടെ. ഈ ഒരു വസ്തു നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നു, അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ രൂപത്തിലുള്ള കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോക്ക് ഇടയിലായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഫോണാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണ് രാവിലെയൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫോണ് പിന്നീട് നമ്മൾ തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മൾ വീട്ടിലുള്ള ആളുകളോട് നമ്മൾ എന്താ ചോദിക്കാറ്? എന്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കും അല്ലെ? ഓഫീസിൽ പോകുന്ന ആളുകളായാലും അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആളുകളായാലും ഒക്കെ നമ്മൾ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വാച്ച്, എന്ത് സാധനങ്ങളായാലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ അന്വേഷിക്കും അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്റെ ഫോൺ എവിടെ എന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പോ പോവാൻ റെഡി ആയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോൺ കാണുന്നില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും ഫോൺ എവിടെ. എങ്ങനെയാണ് അത് ചോദിക്കുക ഇംഗ്ലീഷിൽ? സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ആണ്, എന്റെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മൈ ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എന്റെ ഫോൺ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോൺ എവിടെയാണ് എന്ന് ചോദിക്കാൻ ഒരു ഓക്സിലറി നിർബന്ധമാണ്. വേർ ഈസ് മൈ ഫോൺ, വേർ ഈസ് മൈ ഫോൺ. ഈ ഫോൺ എന്നുള്ള പ്രൊഡക്റ്റിന് പകരം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ കാണാതായിട്ടുള്ളത്, ഏത് സാധനമാണോ നമുക്ക് ചോദിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. വേഴ്സ് മൈ ഫോൺ, വേഴ്സ് മൈ വാച്ച്, വേഴ്സ് മൈ ചാർജർ, വേഴ്സ് മൈ ബാഗ്, ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എൻ്റെ ഇംഗ്ലീഷ് നോട്ട് എവിടെ, എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ് എപ്പോഴോ കണ്ടൊരാളവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? അവര് പറയാണ് നിന്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, നിന്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ യുവർ ഫോൺ വാസ് ഹിയർ, യുവർ ഫോൺ വാസ് ഹിയർ. എന്റെ ഫോൺ ഇവിടെ കാണുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു കാണുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കാൺ ഫൈൻഡ് ആണല്ലോ. ഐ കാൺ ഫൈൻഡ് സീ മൈ ഫോൺ, ഐ കാൺ ഫൈൻഡ് സീ മൈ ഫോൺ. എൻ്റെ ഫോൺ ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നീ സൂക്ഷിച്ചു നോക്കിയോ? അപ്പോൾ നീ സൂക്ഷിച്ചു നോക്കിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു ലുക്ക് കെയർഫുള്ളി, ഡിഡ് യു ലുക്ക് കെയർഫുള്ളി അല്ലേ? നീ സൂക്ഷിച്ചു നോക്കിയോ, നീ നോക്കിയോ എന്നല്ല ചോദിക്കുന്നത്, നീ സൂക്ഷിച്ചു നോക്കിയോ എന്നാണ്. അപ്പം ഡിഡ് യു ലുക്ക് കെയർഫുള്ളി. ഓക്കെ, വീണ്ടും പറയാണ് കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ പറഞ്ഞ വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട്. കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഇറ്റ് വാസ് ദേർ, ഇറ്റ് വാസ് ദേർ എ ലിറ്റിൽ വൈൽ അഗോ. ഇറ്റ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായിരുന്നു, ദേർ അവിടെ, എ ലിറ്റിൽ വൈൽ അഗോ കുറച്ചു മുമ്പ് അല്ലെ? ഒന്നും കൂടി പറയാണ് ഇറ്റ് വാസ് ദേർ എ ലിറ്റിൽ വൈൽ അഗോ. ഓക്കെ, അപ്പോ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മക്കളൊക്കെ ഫോൺ എടുക്കുന്ന മക്കളാണ് അല്ലെ? അപ്പൊ നമ്മൾ വേഗം എന്താ പറയാ? എന്നാൽ അവൻ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവന്റെ ഒരു പേര് ഇപ്പോ അല്ലെങ്കിൽ അൻവർ എന്നാൽ അവൻ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേര് അൻവർ, എന്നാൽ അൻവർ എടുത്തിട്ടുണ്ടാകും, എന്നാൽ അൻവർ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്നാൽ അവൻ എടുത്തിട്ടുണ്ടാകും എന്നിങ്ങനെ പറയാം. നമുക്കറിയാത്തൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഗസ് ചെയ്ത് പറയാണ്. ദെൻ അല്ലെ? എന്നാൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദെൻ യൂസ് ചെയ്യുന്നു. ദെൻ മൈറ്റ് ഹാവ് യൂസ് ചെയ്യുക, ഇവിടെ മേ ഹാവും യൂസ് ചെയ്യുക. അപ്പം then might have taken it എന്ന് പറയാം അല്ലെ? may have, might have ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബ് V3 ഫോമിലായിരിക്കണം. then he might have taken it അല്ലെങ്കിൽ then he may have taken it. അപ്പം ഈ might have may have ആണോ എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടും യൂസ് ചെയ്യാം, തെറ്റില്ല. രണ്ടും ഒരേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കറിയാത്തൊരു കാര്യം പറയാണ് അവിടെ മേ ഹാവും മൈറ്റ് ഹാവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോ then എന്ന് പറയുന്നത് എന്നാൽ അവൻ എടുത്തിട്ടുണ്ടാകും, then he might have taken it. ഓക്കെ, നമ്മൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ് നീ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ ഫോൺ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുക ഹാവ് യു ടേക്കൺ മൈ ഫോൺ, അല്ലെങ്കിൽ ഡിഡ് യു ടേക്ക് മൈ ഫോൺ. ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിക്കാം കേട്ടോ. ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ആ ബാഗിൽ നിന്റെ ഫോൺ ഇല്ല എന്നാണല്ലോ. അപ്പം യുവർ ഫോൺ isn't in that bag, യുവർ ഫോൺ isn't in that bag. ആ ബാഗിൽ നിന്റെ ഫോൺ ഇല്ല. എൻ്റെ ഫോൺ എവിടെ പോയി?
അവന് തന്നെ അറിയില്ല എൻ്റെ ഫോൺ എവിടെ പോയി എന്നെങ്ങനെ ചോദിക്കുക. അതായത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് തോന്നും ഇവിടെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തോ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. വേണ്ട കേട്ടോ, നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു വേർ ഇസ് മൈ ഫോൺ എന്ന് പറഞ്ഞല്ലോ, ഇത് മതി. അതായത് എൻ്റെ ഫോൺ എവിടെ എന്നുള്ളതാണ്. എൻ്റെ ഫോൺ എവിടെ പോയി വെച്ചാൽ ഫോണ് സ്വയം പോകില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ വേർ ഇസ് മൈ ഫോൺ എന്ന് തന്നെ മതി. ഇനി അങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ചോദിക്കണമെങ്കിൽ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗോ യൂസ് ചെയ്യണോ, ഗോ അവസാനം യൂസ് ചെയ്തിട്ട് തെറ്റില്ല. പക്ഷേ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, വേർ ഇസ് മൈ ഫോൺ, എൻ്റെ ഫോൺ ഇവിടെ പോയി. അപ്പൊ വീണ്ടും ചോദ്യം വരികയാണ്, നീ ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? അതായത് നിന്റെ ഫോൺ ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? Didn't you bring it from the office yesterday? Didn't you bring it from the office yesterday? നീ ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? അപ്പോ അതിന് വീണ്ടും പറയാണ്, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയാം. മൈ ഫോൺ ഈസ് റിങ്ങിങ്, മൈ ഫോൺ ഈസ് റിങ്ങിങ്. അപ്പോ ഈ ആൾക്കൊരു സംശയം വരികയാണ്, എൻ്റെ ഫോൺ മിക്കവാറും ഓഫീസിലായിരിക്കും എന്നെങ്ങനെ പറയും? എൻ്റെ ഫോൺ മിക്കവാറും ഓഫീസിലായിരിക്കും എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു വസ്തു കാണാനില്ലാതാകുന്നു, നമ്മളത് തിരയുന്നു, നമുക്ക് എവിടെയാണെന്നുള്ളൊരു ഡൗട്ട് വരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണല്ലോ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണല്ലോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിന്റെ ഇടയിലൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പരമാവധി ഷെയർ ചെയ്യുക. ഇപ്പൊ എക്സാം ടൈം ആയതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.